പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഇന്ത്യയിൽ പാചകവാതക വിതരണം തടസ്സപ്പെട്ടതോടെ രാജ്യത്താകെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും താഴെ വീഴുന്നു. പ്രതിസന്ധി മറികടക്കാൻ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം എണ്ണ കമ്പനികൾ നിർത്തി. ഇറാൻ യുദ്ധം കാരണം ഗൾഫ് രാജ്യങ്ങൾ ഉൽപാദനം കുറച്ചതും ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം തടസ്സപ്പെട്ടതുമാണ് ക്ഷാമ കാരണം. ഗാർഹിക കണക്ഷനും നിയന്ത്രണത്തോടെയാണ് നൽകുന്നത്. കഴിഞ്ഞയാഴ്ച വരെ ബുക്ക് ചെയ്താൽ അടുത്ത ദിവസം ഗ്യാസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ബുക്കിംഗ് ഇടവേള 25 ദിവസമാക്കിയിട്ടുണ്ട്. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇന്നലെ അവശ്യ സാധന നിയമം പാസാക്കി. ഇതനുസരിച്ച് LPG, CNG, പൈപ്ഡ് ഗ്യാസ് തുടങ്ങിയ മുൻഗണനാ മേഖലകൾക്ക് നൽകിയ ശേഷമേ പ്രകൃതിവാതകം മറ്റുള്ളവർക്ക് ലഭ്യമാകൂ. CNG, പൈപ്ഡ് പാചകവാതകം എന്നിവ മാത്രമാണ് പ്രകൃതിവാതക വിതരണത്തിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അവശ്യ മേഖലകളിലായ ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയ മുൻഗണനാ മേഖലകൾക്ക് മാത്രമായി വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം നിയന്ത്രിക്കും. ഗാർഹിക ഉപഭോക്താക്കൾക്കും ഗാർഹികേതര മേഖലകൾക്കും പാചകവാതകം ഉറപ്പാക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആവശ്യമായ സ്റ്റോക്ക് സൂക്ഷിക്കാനും പെട്രോളിയം മന്ത്രാലയം നടപടി തുടങ്ങിയെന്ന് BPCL-ഉം IUC-യും HPCL-ഉം സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ മേഖലകളിൽ പാചകവാതക ലഭ്യത ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ 3 എണ്ണ കമ്പനികളുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ സമിതി രൂപീകരിച്ചു. അതിനിടെ പാചകവാതക ക്ഷാമവും ഇന്ധനവില വർധനയും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇന്ധന വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സം പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നതിനുള്ള സാധ്യതയും വിദേശകാര്യ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. സാധാരണക്കാരെ ബാധിക്കാത്ത വിധം വില പിടിച്ചു നിർത്താനുള്ള സാമ്പത്തിക പാക്കേജുകളും യോഗം ചർച്ച ചെയ്തു. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ പ്രതിവർഷ പാചകവാതക ഉപഭോഗം 3.13 കോടി ടണ്ണാണ്. അതേസമയം LPG ഉൽപാദനം കൂട്ടുമെന്ന് റിലയൻസ് അറിയിച്ചിട്ടുണ്ട്. വാതക ലഭ്യതയ്ക്ക് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റിലയൻസ് അറിയിച്ചു. ഇന്ധന സർചാർജ് എയർ ഇന്ത്യ കൂട്ടിയത് MPമാർ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനാൽ രാജ്യത്ത് LPG ക്ഷാമം നേരിടുകയാണ്. അതിനിടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക ലഭ്യത കുറയുമെന്ന് സൂചിപ്പിച്ച് ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തിയതും ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള വാതകം പൂർണ്ണമായും ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകുന്ന മന്ത്രി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതിൽ 30% വരെ കുറവ് വന്നേക്കാമെന്ന് അറിയിച്ചു. LPG പൂഴ്ത്തിവയ്പ് തടയാൻ ആവശ്യവസ്തു നിയമപ്രകാരം വിജ്ഞാപനമിറക്കി. ഹോർമൂസ് കടലിടുക്കിലെ ഇന്ത്യൻ കപ്പലുകൾക്ക് നാവികസേനയുടെ അകമ്പടിയും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. പാചകവാതക ലഭ്യതയെക്കുറിച്ച് വ്യാപക പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് രാജ്യത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വാതകം പൂർണ്ണമായും ലഭ്യമാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി അറിയിച്ചത്. എന്നാൽ വാണിജ്യ ആവശ്യത്തിനുള്ള വാതകത്തിന്റെ ലഭ്യതയിൽ 20 മുതൽ 30% വരെ കുറവ് വന്നേക്കാം. വിതരണം കാര്യക്ഷമമാക്കും. ഊർജ്ജ ലഭ്യതയിൽ കുറവില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. LPG സിലിണ്ടറിന്റെ പൂഴ്ത്തിവയ്പും കൃത്രിമ വിലക്കയറ്റവും തടയാനും ഉൽപാദനം വർദ്ധിപ്പിച്ച വിതരണം കാര്യക്ഷമമാക്കാനുമാണ് അവശ്യവസ്തു നിയമത്തിന്റെ പരിധിയിൽ LPG കൊണ്ടുവരുന്നത്. കോവിഡ് കാലത്ത് സാനിറ്റൈസറും ഇതുപോലെ അവശ്യവസ്തു നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നു. പാചകവാതകത്തിന്റെ വിതരണം നിരീക്ഷിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തലത്തിലുള്ള പ്രതിനിധികളെ അംഗങ്ങളാക്കി 3 അംഗ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.